ഹായ് ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ഈ വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യണം. അപ്പോൾ അത് 5:30 സമയം നമുക്ക് പരിപാടികളൊക്കെ തുടങ്ങാം. ഇന്നലെ നല്ല മഴയൊക്കെ പെയ്തു. അപ്പോൾ പുറത്തൊക്കെ നല്ല തണുപ്പായിരിക്കും. ഞാൻ കാണിച്ചു തരാം. ഇവിടെ പിന്നെ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് തണുപ്പ് വരും. ഇന്നലെ വൈകിട്ട് അത്യാവശ്യം നല്ല മഴ പെയ്തു കേട്ടോ. നല്ല തണുത്ത കാറ്റൊക്കെയാണ്. ഈ നേരമായ കാരണം 5:30 കാരണം കണ്ടില്ല, ഇവിടെയൊന്നും ആരും പുറത്തൊന്നും ആരും കാണാൻ പോലും ഇല്ല. നല്ല കാറ്റുണ്ട്. ഇവിടെ നിൽക്കാൻ നല്ല സുഖമായി ഈ ഒരു സമയത്തൊക്കെ. 1-2 പേരൊക്കെ നടക്കണതും അങ്ങനെയൊക്കെ മാത്രമേ ഉള്ളൂ. വളരെ റെയറായി ഈ ഒരു നേരത്തൊക്കെ നടക്കണത്. അപ്പോൾ ദോശമാവൊക്കെ അത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് എളുപ്പമാണ്. ഇഡലി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ അത്യാവശ്യം വെയിറ്റ് കൂടി. അത് കാരണം ഇപ്പോൾ ജിമ്മിൽ പോയി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ജിമ്മിൽ വീണ്ടും പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ വെയിറ്റ് കുറയ്ക്കാനുള്ള പ്ലാനാട്ടോ. അപ്പോൾ വെയിറ്റ് കുറച്ച് കഴിയുമ്പോൾ ആരും പറയരുത് എന്തോ വെയിറ്റ് കുറഞ്ഞു പോയി, അസുഖം വന്നത് ആരും ചോദിക്കരുത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ കീറ്റ് ചെയ്തിട്ട് വെയിറ്റ് കുറച്ച സമയത്ത് ഒരുപാട് കമൻസ് അങ്ങനെ ഇരുന്നുണ്ടായിരുന്നു. പഴയ ഇതായിരുന്നു നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടല്ലേ വെയിറ്റ് കുറയ്ക്കാം. അപ്പം എൻ്റെ ഇപ്പോഴത്തെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് എൻ്റെ BMIനേക്കാളും കൂടുതലാണ്. അപ്പോൾ എൻ്റെ ഒരു BMIയിലേക്ക് എത്തിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അറിയില്ല എന്ന് നടക്കും എന്താണെന്നൊന്നും, പക്ഷെ വിചാരിച്ച് നടക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മൾ ഇഡലി ഉണ്ടാക്കുന്ന സമയത്ത് നല്ലെണ്ണം സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇഡലി വിട്ടുപോരും. നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ അടർത്തി എടുക്കാൻ പറ്റും, ഈസി ആയിട്ട് പോരും. അപ്പോൾ ഇപ്പോൾ ജിമ്മിൽ പോയി തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം നല്ല ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഒരു നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ പോണത്. ഒന്ന് ഫുഡും കൂടിയൊക്കെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ആവശ്യത്തിന് ഫുഡ് കഴിച്ചിട്ട് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ റിസൾട്ട് കിട്ടുമല്ലോ. അപ്പം ഇനി പച്ചക്കറി കാര്യങ്ങളൊക്കെ ഒന്ന് മുറിച്ചെടുക്കണം. അങ്ങനെ തലേ ദിവസം മുറിച്ച് വെക്കുന്ന സ്വഭാവം ഇല്ലാത്ത കാരണം രാവിലെ കുറച്ച് പണി കൂടുതലാ. പിന്നെ ഇത് ഈസി സാമ്പാറാട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ ഉണ്ടാക്കുന്ന സാമ്പാർ എന്ന് പറയുമ്പോൾ എത്രയും എളുപ്പത്തിൽ ഉണ്ടാക്കുക അത്രയും എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കുന്ന സാമ്പാർ പൊടി ഒന്നും തന്നെ ഉപയോഗിക്കണില്ല. ഞാൻ സാധാരണ വീട്ടിൽ സാമ്പാർ പൊടി ഉണ്ടാക്കി വെക്കണം ചെയ്യല്. പക്ഷെ ഇപ്പൊ കുറച്ച് നാളായി എൻ്റെ സാമ്പാർ പൊടി കഴിഞ്ഞിട്ട്. ഞാൻ പിന്നെ ഇതൊരു ഉണ്ടാക്കാനുള്ളൊരു സമയം കിട്ടിയില്ല സത്യം പറഞ്ഞാൽ. ഇനി ഉണ്ടാക്കണപ്പോഴേക്കും പരിപ്പ് വയ്ക്കാൻ പറ്റാം. പരിപ്പിലേക്ക് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ ഇത് സ്റ്റീമറിൽ വെള്ളം തിളച്ചുകൊണ്ട് ഇതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ താഴെ വയ്ക്കണത് ഇങ്ങനെ കുറച്ചിങ്ങനെ ഒട്ടി വരും, പക്ഷെ കുഴപ്പമൊന്നുമില്ല. ഓരോന്നും ഇങ്ങനെ നേരമില്ല. അപ്പം ഞാൻ അതിനെ വെച്ച് കൊടുക്കുക. ഈ ഒരു ഇഡലി പാത്രത്തിൻ്റെ ഒരു ഫോൾട്ടാണത്.
പച്ചക്കറിയൊക്കെ ഒന്ന് വേഗം മുറിച്ചെടുക്കാം. സവാള ഇവിടെ ഇരിക്കട്ടെ. സവാള ഇപ്പോൾ മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ കണ്ണിൽ കൂടെ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും. ലാസ്റ്റ് മുറിക്കാം. മുരിങ്ങക്കായ ഇല്ലാണ്ട് ഇത് സാമ്പാറില്ല. മുരിങ്ങക്കായ ഇട്ട് ഉണ്ടാക്കുന്ന സാമ്പാറിന് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ല. പിന്നെ ഞങ്ങളുടെ അവിടെയൊന്നും എല്ലാ വെജിറ്റബിൾസും ഉപയോഗിക്കില്ല കേട്ടോ സാമ്പാറിൽ. ഞാൻ ലിമിറ്റഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. എല്ലാം ഇങ്ങനെ വഴുതിനങ്ങ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന സാമ്പാറിന് വേറൊരു ടേസ്റ്റ് അല്ല. പക്ഷെ ചില നാടുകളിലൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും. ഞാൻ സാധാരണ ഇടാറില്ല എന്ന് മാത്രം. ഇവിടെ ഉരുളക്കിഴങ്ങ്, വെണ്ടക്കായ, മുരിങ്ങക്കായ അങ്ങനത്തെ കഷ്ണങ്ങൾക്കൊക്കെയാണ് ഡിമാൻഡ് കൂടുതൽ. അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ടാണ് കഷ്ണങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്നത്. എല്ലാം കൂടി ഒരുമിച്ച് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ വെള്ളത്തിലേക്ക് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. സവാള കഴുകിയെടുക്കട്ടെ. അങ്ങനെ വെജിറ്റബിൾസ് മുറിച്ച് കഴിഞ്ഞു. പച്ചമുളക് എന്നുള്ള ഞാൻ കൈ വെച്ച് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തു. ഭയങ്കര എരിവായിരുന്നു. സാധാരണ നമ്മളിവിടെ ഹൈപ്പർ മാർക്കറ്റ്സിൽ നിന്നൊന്നും വാങ്ങിക്കണം പച്ചമുളകിന് ഒരു എരിവ് ഉണ്ടാവാറില്ല. ഇത് ഞാനിവിടെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച പച്ചമുളക് ഭയങ്കര എരിവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എരിവ്. ഒരു ദിവസം മുഴുവൻ എൻ്റെ കഴിയുമ്പോൾ ആ ഒരു എരിവ് നിന്നെന്ന് പറയാം. അത്രയ്ക്ക് സ്പൈസ് ചെയ്തു. ഞാൻ ഒരെണ്ണം ചേർക്കണല്ലോ കുട്ടികളൊക്കെ കഴിക്കണ കാരണം. പിന്നെ നമ്മളൊരു മഷ്റൂം റൈസ് ഉണ്ടാക്കുന്നുണ്ട് ലഞ്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ മഷ്റൂം ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. പിന്നെ മഷ്റൂം റൈസിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബസ്മതി റൈസ് ഒന്ന് കുതിർത്തിയെടുക്കാം. വളരെ കുറച്ച് മതി. ഇവിടെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും മഷ്റൂം നല്ല ഇഷ്ടമാണ്. ഇത് നല്ല ഹെൽത്തിയും അല്ലേ. എനിക്ക് എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ്. ഇതിപ്പോൾ ബട്ടൺ മഷ്റൂമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ തന്നെ 6 മണി കഴിഞ്ഞു. 6:30 ആകുമ്പോഴേ നമുക്ക് റെഡി ആവണം. പരിപ്പിൻ്റെ ഒരു വിസിൽ വന്നു. ഞാനത് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് മഷ്റൂമൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം. ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ സാധാരണ വീട്ടിലൊരു കുക്കിംഗ് ആണെങ്കിൽ അധികം സമയമൊന്നും വേണ്ട. പക്ഷേ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സമയമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് നേരം വൈകി എഴുന്നേറ്റാണ് നമുക്കിപ്പോൾ എന്താ പറയുക കുക്കിംഗ് കഴിയും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും ഉണ്ടാക്കണം. വലിയ ഹരിബറിയൊന്നും ഇല്ലാതെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആകുമ്പോഴാണ് ഞാൻ പിന്നെ കുറച്ച് നേരത്തെ എഴുന്നേൽക്കുന്നത്. 5 മണിക്കാണ് എഴുന്നേൽക്കാറ്. അപ്പോൾ എഴുന്നേറ്റ് 5 മണിക്ക് പിന്നെ ഒന്ന് ഫ്രഷായി ഒക്കെ എത്തിയപ്പോഴേക്കും ഈ ഒരു സമയം 5:30 ആയി കിച്ചണിലെത്തിപ്പോൾ. ചില ദിവസമൊക്കെ എണീക്കുമ്പോൾ 6:15 ആവും. പിന്നെ വേഗം എന്തെങ്കിലും ഈസി ആയിട്ടുള്ള തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ചെയ്യും. അങ്ങനത്തെ ദിവസങ്ങളൊന്നും പിന്നെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും നിൽക്കാറില്ല. കുറച്ചെങ്കിലും സമയം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്യാൻ നിൽക്കുള്ളൂ. പിന്നെ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് നല്ലൊരു മൂഡ് ഉണ്ടെങ്കിലൊക്കെ ഷൂട്ട് ചെയ്യാറുള്ളൂ. അതായത് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ പ്രീ പ്ലാൻഡ് ആയിട്ട് അങ്ങനെയൊക്കെ ആണെങ്കിലൊക്കെ ഷൂട്ട് ചെയ്യും. പിന്നെ ഞാൻ ഡ്രൈവിങ്ങിന് പോകണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ, അപ്പം എൻ്റെ ടെസ്റ്റാണ് പറയുന്നത്. അപ്പോൾ പ്രാക്ടീസ് ചെയ്യണം. 2 വീലറും 4 വീലറും 4 വീലർ ലൈസൻസ് ഉണ്ട് ഓൾറെഡി. പക്ഷെ എന്നാലും ടെസ്റ്റ് ഉണ്ടായിരിക്കും. കാരണം രണ്ടും കൂടെ 2 വീലറും 4 വീലറും കൂടെ ഒരുമിച്ച് ലൈസൻസ് ആക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനും ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഞാൻ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ഏത് തിരക്കുള്ള റോഡിൽ എനിക്കിപ്പോൾ കാർ ഓടിക്കാൻ പറ്റുന്നുണ്ട്. നല്ല കോൺഫിഡൻസ് ആയി. ഇപ്പോൾ ഇവിടെ ബാംഗ്ലൂർ പഠിച്ചതിന് ശേഷം ഞാൻ സജസ്റ്റ് ചെയ്യും. നല്ല ഡ്രൈവിംഗ് സ്കൂളാണ്, നല്ല അടിപൊളിയാണ്. ഞാനിപ്പോൾ പഠിച്ച ഒരു ഡ്രൈവിംഗ് സ്കൂൾ പഠിപ്പിക്കണ കാര്യത്തിൽ കേട്ടോ. ഇഡലി എന്തോ നോക്കാം. ഇഡലിയൊക്കെ പിന്നെ ടപ്പേന്ന് പറഞ്ഞ് വേവണ സാധനങ്ങളല്ലേ. മൊത്തം അടിയിലത്തെ മൊത്തം പിടിച്ചിട്ടുണ്ട്. കണ്ടില്ല അവസ്ഥ.
സാധാരണ ഇങ്ങനെ ഉണ്ടാക്കലില്ല, ഓരോന്നോരോന്ന് വയ്ക്കുക ചെയ്യാറ്. അല്ലെങ്കിൽ വേറെ ഇഡലി പാത്രം തന്നെ വരും, അതിനിങ്ങനെ ആവാറില്ലേ, അതാണ് ഉപയോഗിക്കാറ്. ഇന്നിപ്പോൾ ഞാനിത് എടുത്ത് വെച്ചു, അപ്പോൾ ഇത് ഇങ്ങനെ കൊളായി കിട്ടി. മൊത്തം കണ്ടില്ല, മൊത്തം കുളമാണ്. ഒരു ഷേപ്പിൽ അത് ഇഡലിയായി പോയി. ഫസ്റ്റത്തെ മാത്രമേ നല്ലതുള്ളൂ, ആർക്കൊരു അബദ്ധം പറ്റുന്നല്ലേ, സാരില്ല. അപ്പോൾ ഇഡ്ഡലിയുടെ മുകളിൽ ഇതുപോലെ വെള്ളം ഒന്ന് തെളിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ശരിക്കും കുറച്ച് ബട്ടൻ ഇഡ്ഡലി കൂടി ഉണ്ടാക്കാൻ നോക്കും. വാഷ് ചെയ്തെടുക്കുക. ഒന്നിച്ച് നമുക്ക് കോരി കഴിക്കാം. എന്തിന് ചെറിയ രൂപങ്ങളാകുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടാവുമല്ലോ. ഇനിയിപ്പോൾ നേരത്തെ ഉണ്ടായ അബദ്ധം റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഞാൻ ഓരോന്ന് വെക്കണുള്ള. പെട്ടെന്നാവുമല്ലോ, പെട്ടെന്ന് നമുക്ക് ഇളക്കിയെടുക്കാം. കണ്ടോ, കൈ വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. പലപ്പോഴും തെറ്റുകളിൽ നിന്ന് തന്നെയാണല്ലോ നമ്മൾ പഠിക്കുക. ഇത് തെറ്റെന്ന് പറയാൻ പറ്റില്ല, കാരണം എനിക്ക് അറിയാവുന്ന കാര്യമൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് തിരക്കിൽ വെച്ച് പോയെന്ന് മാത്രം, വേഗം ആയിക്കോളെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ഈ പരിപ്പിൻ്റെ കണ്ടില്ലേ, പരിപ്പ് വെന്തോന്നുണ്ട് ആവശ്യത്തിന്. ഇതിലേക്ക് ബാക്കി പച്ചക്കറിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കാം കേട്ടോ. മുറിച്ച് വെച്ച പച്ചക്കറികളെല്ലാം കൂടി ചേർക്കാം. പുളിവെള്ളം കൂടി ഇതിൻ്റെ കൂടി ചേർക്കാം. ഇപ്പോൾ പുളിവെള്ളം പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിക്കും. അപ്പോൾ പച്ചക്കറികൾ ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴയില്ല, അല്ലെങ്കിൽ കുക്കറിൽ ഇടുമ്പോഴേക്കും ഒരുപാട് വെന്ത് കുഴയുമല്ലോ. അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരുന്ന വരെയാണ് വേവിച്ചെടുക്കുന്നത്. അത് കഴിയുമ്പോഴേക്കും തുറക്കാം. ബട്ടൺ ഇഡ്ഡലി ആകുമ്പോൾ പിന്നെ വേഗം വെന്ത് വരും. അപ്പോൾ പെട്ടെന്ന് റെഡിയാവാൻ ഞാൻ അതിലേക്ക് വെള്ളം ചൂടാക്കിയാണ് ഒഴിക്കണം, തിളച്ച വെള്ളം ഒഴിക്കുക. പെട്ടെന്ന് റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, ഇളക്കി കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് നമുക്ക് മഷ്റൂം കുക്ക് ചെയ്തെടുക്കാം. മഷ്റൂം ഇട്ട് കൊടുക്കാം, മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മതി, കുറച്ച് കുരുമുളക് പൊടി, വളരെ കുറച്ച് ചില്ലി ഫ്ലേക്സാണ് ചേർക്കുന്നത്. മെയിനായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാരണം എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നാൽ വഴന്ന് വരട്ടെ. അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം കുറേ പുറത്തോട്ട് വരും വെന്ത് വരുമ്പോഴേക്കും. പിന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം. വേണമെങ്കിൽ ഒരു ഇത്തിരി കറിവേപ്പിലയും കൂടി ചേർക്കാം. ബട്ടൻ ഇഡ്ഡലിയും റെഡി. കണ്ടില്ലേ, ഇഡ്ഡലിയും നല്ല സോഫ്റ്റ് ആണ്. ആക്ച്വലി ഞാൻ ഇന്നലെ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കൂടെയായിരുന്നു ഞാനതിൽ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മാവ് കുറച്ച് ലൂസാണ്. കണ്ടോ, മഷ്റൂം എന്തോന്നുണ്ട്, വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നുണ്ട്. റൈസ് നമ്മുടെ എന്തോന്നുണ്ട് ആവശ്യത്തിന്. ഇത് നേരെ ഊറ്റി ഇതിലേക്ക് ഇടാം. എന്നെല്ലാം കൂടി വന്നിട്ട് മിക്സ് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ തന്നെയായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എൻ്റെ വാട്ടർ കണ്ടൻ്റൊക്കെ ഒന്ന് കൊയ്യുന്നുള്ളൂ, ഒരുപാടിട്ട് കുഴക്കണ്ട. ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഗരം മസാല, ഇത് ചേർക്കുമ്പോഴാണ് ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുക. പക്ഷേ അളവ് കൂടരുത്. ഞങ്ങൾ മിക്സ് ചെയ്യാം.
ഇത് മതി. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. ഒരു വിസിൽ വന്നു നമ്മുടെ സാമ്പാർ. ഞാൻ ഓഫ് ചെയ്യണം. ഞാൻ കടുക് പൊട്ടിക്കാം. കടുക് ഇട്ട് കൊടുക്കാം. ഉലുവ അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കായത്തിൻ്റെ പൊടി നന്നായിട്ട് അങ്ങനെ മിക്സ് ചെയ്യാം. ഒന്ന് പ്രഷർ കളയണേ. പ്രശ്നങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ഒന്നും വെന്ത് കുഴഞ്ഞിട്ടൊന്നുമില്ല. മുരിങ്ങക്കായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്യാം. പിന്നെ കുറച്ച് ശർക്കര ഉരുക്കിയതാണ് കേട്ടത്. വളരെ കുറച്ച് മതി. അതുകൂടി മിക്സ് ചെയ്യാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പക്ഷെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ല സാമ്പാർ റെഡി. കുട്ടികളൊക്കെ റെഡി ആയിട്ട് വന്നു. അപ്പോൾ അവർക്ക് കഴിക്കാൻ കൊടുക്കാം.